സുഹൃത്തുക്കളെ, കുറച്ചു ദിവസങ്ങളായി എന്റെ മനസ്സിൽ ആധിയാണ് എന്തോ അശുഭമായി സംഭവിക്കുവാൻ പോകുന്നുണ്ടെന്ന്. അപ്പോൾ പെട്ടെന്ന് ആകാശത്തിൽ നിന്ന് ഒരു തീഗോളം താഴേക്ക് പതിക്കാൻ തുടങ്ങി. താഴേക്ക് വരുന്നത് കണ്ട് ആട് നിലവിളിച്ചു. അത് നോക്കൂ, ആകാശത്തിൽ നിന്ന് തീഗോളം ഭൂമിയുടെ നേരെയാണ് വരുന്നത്. തീഗോളം വളരെ വേഗത്തിൽ വന്ന് നദിയുടെ തീരത്ത് പതിക്കുന്നു. ഇത് കണ്ട് ജീവികളെല്ലാം പേടിക്കുന്നു. രാജാവേ, നമുക്കൊന്ന് പോയി നോക്കിയാലോ, ആകാശത്ത് നിന്ന് എന്താ വീണതെന്ന്. അതെ രാജാവേ, മറ്റ് ഗ്രഹവാസികളുടെ ബഹിരാകാശ പേടകം വല്ലതും ആയിരിക്കും വീണത്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇത് ഉൽക്കയായിരിക്കും. നമുക്ക് പെട്ടെന്ന് തന്നെ അവിടെ ചെന്ന് നോക്കാം അതെന്താ സാധനമെന്ന്. അത് കേട്ട ഉടനെ എല്ലാവരും നദീതീരത്തേക്ക് പോകുന്നു. ഇത് ഉൽക്കയൊന്നുമല്ല, വേറെന്തോ ആണെന്നാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഇത് പറക്കുന്നളിക തന്നെയാണെന്ന്. എല്ലാവരും ശാന്തമായിരിക്കുക, ഇതെന്താണെന്ന് ഇപ്പോൾ തന്നെ അറിയുവാൻ പറ്റും. ആ സമയം അതിൽ നിന്ന് ഒരു നീലപ്രകാശം പുറത്തേക്ക് വരുന്നു. ഇതൊരു ഏലിയനാണ്. ഇതെന്തിനാണ് ഭൂമിയിലേക്ക് വന്നതെന്നറിയില്ല. ഈ ഗ്രഹത്തിന്റെ സകല ഡേറ്റയും കോപ്പി ചെയ്യപ്പെട്ടിരിക്കുന്നു. 72 മണിക്കൂറിനുള്ളിൽ ഈ ഗ്രഹത്തിനെ നിഷ്ക്രിയമാക്കുകയും ചെയ്യും. രാജാവേ, ഇവൻ എന്താണ് ഈ പറയുന്നത്? ഇവൻ പറയുന്നത് കുറച്ചു സമയത്തിനുള്ളിൽ നമ്മുടെ ഭൂമി നശിക്കുമെന്നാണ്. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഷേർസിംഗ്, ഇത് ഏലിയനാണ്. നിങ്ങൾ ഇതിനോട് എങ്ങനെ മത്സരിക്കും? ഷേർസിംഗ്, ഇതിനെ ശക്തി കൊണ്ടല്ല, ബുദ്ധി കൊണ്ടാണ് നേരിടേണ്ടത്. ഏലിയനെ തോൽപ്പിക്കുവാൻ വേണ്ടി ബല്ലു സയന്റിസ്റ്റിനെ കാണേണ്ടി വരും. എല്ലാ മൃഗങ്ങളും ബല്ലു സയന്റിസ്റ്റിനെ കാണാനായി അദ്ദേഹത്തിന്റെ ലാബിൽ പോകുന്നു. ബല്ലു, ഭൂമി അപകടത്തിലാണ്. ഭൂമി അപകടത്തിലാണെന്നോ? ഇതെന്താ പറയുന്നത് മഹാരാജാവേ? ഒരു ബഹിരാകാശ പേടകം കാട്ടിൽ വീണിട്ടുണ്ട്. അതിൽ നിന്ന് ഏലിയന്റെ ഹോളോഗ്രാം ഭൂമിയെ നശിപ്പിക്കുമെന്ന കാര്യമാ പറഞ്ഞത്. അവൻ പറഞ്ഞു ഭൂമിയുടെ ഡേറ്റ കോപ്പി ചെയ്തിരിക്കുന്നുവെന്ന്. പിന്നെ 72 മണിക്കൂറിനുള്ളിൽ ഭൂമി ഇല്ലാതാവും. ഓ നോ! ഇനി എന്താകും? ഭൂമിയെ രക്ഷിക്കുവാനായി ഞാൻ വർഷങ്ങളായി ഒരു റോക്കറ്റ് നിർമ്മിക്കുന്നുണ്ട്. ഇതിന് പറക്കാനുള്ള സമയമായെന്ന് തോന്നുന്നു. ഇതൊന്ന് അവസാനിപ്പിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയൂ ബല്ലു. നമുക്ക് എങ്ങനെയെങ്കിലും ഭൂമിയുടെ ഡാറ്റ അവന്റെ ഡിവൈസിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മളെല്ലാം കൊല്ലപ്പെടും. പക്ഷേ ആ ഡേറ്റ എങ്ങനെ ഡിലീറ്റ് ആകും? ഇപ്പോ തന്നെ ആ പേടകത്തിന്റെ അടുത്തേക്ക് പോയി ഡാറ്റ ഡിലീറ്റ് ചെയ്യാം. വരൂ, ഞാൻ നിങ്ങളെ അവിടേക്ക് കൊണ്ടുപോകാം. എല്ലാവരും ചേർന്ന് ബെല്ലുവിനെ ബഹിരാകാശ പേടകത്തിന്റെ അടുത്ത് കൊണ്ടുപോകുന്നു. പക്ഷേ അവിടെ എത്തുമ്പോഴേക്കും പേടകം അവിടെ നിന്ന് പോയിരുന്നു. ആ പേടകം എവിടേക്ക് പോയി? ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അവർ അവരുടെ ജോലി ചെയ്തു പോയെന്ന് തോന്നുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യും ബല്ലു? ഭൂമിയെ രക്ഷിക്കണമെങ്കിൽ ബഹിരാകാശത്തേക്ക് പോകേണ്ടി വരും. ബഹിരാകാശത്ത് ഞാൻ പോകും. ബഹിരാകാശത്തേക്ക് പോകുന്നത് അത്ര എളുപ്പമല്ല. എന്റെ കാടിനെ രക്ഷിക്കുവാൻ വേണ്ടി ഞാൻ ബഹിരാകാശത്തേക്കല്ല, എവിടെ പോകുവാനുള്ള റിസ്കും എടുക്കും. നമ്മുടെ മഹാരാജാവ് എല്ലാവരോടും ഏറ്റുമുട്ടി വിജയിച്ചു വരും. ശരി മഹാരാജാവേ, ഇന്ന് രാത്രി എന്റെ റോക്കറ്റിൽ യാത്ര ചെയ്ത് നമുക്ക് അന്തരീക്ഷത്തിലേക്ക് പോകാം. ഞാനും താങ്കളുടെ കൂടെ വരും. എന്നാൽ ഞാനും കൂടി. രാത്രി ആയപ്പോഴേക്കും ബഹിരാകാശത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായി. മഹാരാജാവേ, അങ്ങ് വിജയിച്ച് മടങ്ങി വരൂ. ഹാ മഹാരാജാവേ, ഞങ്ങൾക്ക് നിങ്ങളെ നല്ല വിശ്വാസമുണ്ട്. ഈ പേടകം കുറച്ചു സമയത്തിനുള്ളിൽ ടേക്ക് ഓഫ് ചെയ്യപ്പെടും. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. റോക്കറ്റ് ബഹിരാകാശത്തെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു. നോക്കൂ, ഞാൻ അന്തരീക്ഷത്തിൽ എങ്ങനെയാണ് പറക്കുന്നതെന്ന്. ഇവിടെ ഗ്രാവിറ്റി ഇല്ലാത്തതുകൊണ്ടാ നമ്മളിങ്ങനെ വായുവിൽ പറക്കുന്നത്. ഇതൊക്കെ എന്ത് രസമാണല്ലേ? നമ്മളിവിടെ ഉല്ലസിക്കാൻ വന്നതല്ല, ഒരു മിഷന് വേണ്ടി വന്നതാ. ഇത് മറക്കരുത്. ശ്രദ്ധിക്കൂ, സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഏലിയന് ഏറ്റവും അടുത്തുണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ വെറും 48 മണിക്കൂറേ ബാക്കിയുള്ളൂ. ഇത്രയും സമയത്തിനുള്ളിൽ നമുക്ക് ഡാറ്റ ഡിലീറ്റ് ആക്കാൻ പറ്റിയില്ലെങ്കിൽ എല്ലാം അവസാനിക്കും. കുറച്ചു സമയത്തിനുള്ളിൽ ബെല്ലുവിന്റെ റോക്കറ്റ് ചന്ദ്രനിൽ ഇറങ്ങുന്നു. ഇവിടെ നിന്നോ സിഗ്നൽ വരുന്നത്? ഏലിയൻ ഇവിടെ എവിടെയോ ഉണ്ട്. എനിക്ക് നല്ലവണ്ണം പേടിയാകുന്നുണ്ട്. ഇത് പേടിക്കാനുള്ള സമയമല്ല, പോരാടാനുള്ള സമയമാണ്. അതെ, ഇനി നമ്മുടെ കൈവശം സമയം അധികമില്ല. അതുകൊണ്ട് വേഗം വരൂ. ഏലിയന്റെ അടുത്തെത്തിയപ്പോഴേക്കും ഡിവൈസ് ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി. ഈ ഡിവൈസ് പറയുന്നത് ഏലിയൻ ആ വാതിലിനകത്തുണ്ടെന്നാണ്. ഇനി എന്തിന് സമയം കളയണം? വരൂ, ആക്രമിക്കാം. വരൂ. പക്ഷെ എല്ലാവരും ശ്രദ്ധിക്കണം, ഇത് അപകടം പിടിച്ച ഒരു സ്ഥലമാണ്. 4 പേരും വാതിലിനകത്തേക്ക് പോകുന്നു. അവരകത്തേക്ക് കടന്നത് പെട്ടെന്ന് ഒരു ഏലിയൻ പ്രത്യക്ഷപ്പെടുന്നു. നിങ്ങൾ അകത്തേക്ക് വരരുത്, പെട്ടെന്ന് തിരിച്ചു പോകൂ.
നമ്മുടെ ഡാറ്റ നിങ്ങളുടെ ഡിവൈസിൽ നിന്ന് ഡിലീറ്റ് ആകാത്തിടത്തോളം കാലം നമ്മൾ തിരിച്ചു പോകില്ല. നിങ്ങൾ ഞങ്ങളോട് പോരാടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മൾ സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മുടെ ഭൂമിക്ക് എന്തെങ്കിലും നാശം സംഭവിച്ചാൽ ഞങ്ങൾ നിങ്ങളെ തകർത്ത് തരിപ്പണമാക്കും. ശരി, എന്നാൽ എന്നോട് മത്സരിക്കൂ. നിങ്ങളുടെ കയ്യിൽ സാങ്കേതിക വിദ്യയുണ്ട്, നമ്മുടെ കൈവശം ധൈര്യമുണ്ട്. വരൂ. രണ്ടുപേരും പരസ്പരം ആക്രമിക്കുന്നു. അപ്പോൾ ചമേലിയാട് പറയുന്നു, എനിക്ക് തോന്നുന്നു അവന്റെ പവർ അവന്റെ നെഞ്ചിലാണെന്ന്. മഹാരാജാവേ, അവന്റെ നെഞ്ചിൽ ഒരു ചുവപ്പ് ലൈറ്റ് ഉണ്ട്. ആ ബട്ടൺ ഓഫ് ആക്കൂ. ഷേർ സിംഗ് മിന്നൽ വേഗത്തിൽ നെഞ്ചിലുള്ള ഏലിയന്റെ ബട്ടൺ അമർത്തുന്നു. നീ ഇതെന്താണ് ചെയ്തത്? ബട്ടൺ ഓഫായപ്പോൾ ഏലിയൻ നിഷ്ക്രിയനാകുന്നു. അവന്റെ സിഗ്നൽ ഓഫായത് ഏലിയന്റെ തലവന് മനസ്സിലാകുന്നു. വാതിൽക്കൽ അപകടം ഉണ്ട്. എനിക്കിപ്പോൾ തന്നെ അവിടേക്ക് പോകണം. നിങ്ങൾ നമ്മുടെ ഗാർഡിനെയാണ് കൊന്നത്. നിങ്ങളിലാരും ഇവിടുന്ന് ജീവനോടെ തിരിച്ചു പോകില്ല. കൊല്ലുന്നവനേക്കാളും രക്ഷിക്കുന്നവനാണ് വലിയവൻ. നമ്മൾ നിങ്ങളെ ഭയപ്പെടുന്നില്ല. കേട്ടോ തലവ, ഞങ്ങൾ നിങ്ങളോട് പോരാടാൻ ആഗ്രഹിക്കുന്നില്ല. നേരെ മറിച്ച് പോരാടിയാൽ നമ്മുടെ തിരിച്ചടി കനത്തതുമായിരിക്കും. ഒരു കാര്യം പറഞ്ഞാലും തലവ, നിങ്ങൾ നമ്മുടെ ഭൂമി എന്തിനാണ് നശിപ്പിക്കുന്നത്? നിങ്ങളുടെ ഗ്രഹത്തിൽ എപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അതിനെ നശിപ്പിച്ചു. അതുകൊണ്ട് നമ്മൾ ഭൂമിയെ മുഴുവനായും ഇല്ലാതാക്കും. പെട്ടെന്ന് അലാറം ശബ്ദിക്കാൻ തുടങ്ങി. ഭൂമിയെ നശിപ്പിക്കുവാനുള്ള പ്രോഗ്രാം കുറച്ചു സമയത്തിനുള്ളിൽ ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ നിങ്ങളുടെ ഭൂമി എന്നേക്കുമായി ഇല്ലാതാകും. കൗണ്ട് ഡൗൺ തുടങ്ങിയോ? നമ്മൾ അതിനെ തടയണം. പക്ഷേ അതെങ്ങനെ തടയും? ഒരു പക്ഷേ എനിക്ക് അതിന്റെ ഹൃദയഭാഗത്തേക്ക് എത്തുവാൻ സാധിച്ചാൽ സിസ്റ്റം റീസെറ്റ് ചെയ്യുവാൻ കഴിയും. ശരിയാണോ? ആ, ഇതിന്റെ കൺട്രോൾ റൂം റേഡിയേഷൻ നിറഞ്ഞതായിരിക്കും. എനിക്ക് ജീവനോടെ തിരിച്ചു വരുവാൻ കഴിയില്ല. കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ എന്റെ കാടിനെ രക്ഷിക്കുവാൻ മരിക്കുവാനും ഞാൻ തയ്യാറാണ്. ഞാൻ അവിടേക്ക് പോകാം. വേണ്ട മഹാരാജാവേ, ഒന്നിച്ചു വന്നെങ്കിൽ ഒന്നിച്ചു തന്നെ പോകാം. അതെ, ഒന്നിച്ച് ജീവിച്ച് ഒന്നിച്ച് മരിക്കാം. വാവ് കൂട്ടുകാരെ, ഐ ആം പ്രൗഡ് ഓഫ് യു. നമ്മുടെ കൈവശം ഇനി 33 മണിക്കൂറുകളാ ഉള്ളത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൺട്രോൾ റൂം വരെ എത്തണം. കുറച്ചു നേരത്തിന് ശേഷം അവർ 4 പേരും കൺട്രോൾ റൂമിൽ എത്തിച്ചേർന്നു. ഇവിടെ ധാരാളം ഗാർഡ്സ് ഉണ്ട്. നമ്മൾ അവിടേക്ക് എങ്ങനെ പോകും? ഞാൻ ഉത്തരഭാഗത്തേക്ക് പോയി അവരുടെ ശ്രദ്ധ മാറ്റാം. ഞാൻ ദക്ഷിണ ഭാഗത്തേക്ക് പോയി അവരുടെ ശ്രദ്ധ മാറ്റാം. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും അകത്ത് കടന്ന് നിങ്ങളുടെ ജോലി ചെയ്യണം. ശരി സുഹൃത്തുക്കളെ. മുൻപ് പ്ലാൻ ചെയ്തതുപോലെ ചമേലി ശബ്ദമുണ്ടാക്കി ഏലിയന്റെ ശ്രദ്ധ മാറ്റുന്നു. ഓ ഏലിയന്റെ മക്കളെ, ശക്തിയുണ്ടെങ്കിൽ എന്നെ പിടിക്കൂ. പിന്നെ ചീറ്റ തന്റെ മികവ് തെളിയിക്കുന്നു. അയ്യോ, ആടിന്റെ പുറകെ എന്തിനാ ഓടുന്നത്? ധൈര്യമുണ്ടെങ്കിൽ എന്നെ പിടിക്കേ. ഈ പപ്പിയെ കൂടി പിടിച്ചോളൂ. എല്ലാ ഏലിയൻസും ചീറ്റയുടെ പിറകിൽ ഓടുന്നു. ഈ അവസരം മുതലെടുത്ത് ഷേർ സിംഗും ബെല്ലു സയന്റിസ്റ്റും കൺട്രോൾ റൂമിൽ പ്രവേശിക്കുന്നു. ഈ ഡിവൈസിൽ നിന്ന് നമുക്ക് ഡാറ്റ ഡിലീറ്റ് ചെയ്യണം. പക്ഷേ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എന്താണ് കൺഫ്യൂഷൻ ബല്ലു? മഹാരാജാവേ, ഡാറ്റ ഡിലീറ്റ് ആകുന്നതോടൊപ്പം ഇവിടെയുള്ള സെക്യൂരിറ്റി ഡ്രോൺ നമ്മളെ ആക്രമിക്കും. ആക്രമണം ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ ഡാറ്റ ഡിലീറ്റ് ആക്ക്. ബെല്ലു സയന്റിസ്റ്റ് പെട്ടെന്ന് തന്നെ ഭൂമിയുടെ ഡേറ്റ ഡിലീറ്റ് ആക്കുന്നു. ഡേറ്റ ഡിലീറ്റ് ആയപ്പോഴേക്കും കൺട്രോൾ റൂമിൽ സൈറൺ മുഴങ്ങുന്നു. പിന്നെ സെക്യൂരിറ്റി ഡ്രോണുകൾ ആക്റ്റീവ് ആകുന്നു. ഒരു ഭാഗത്ത് ഡേറ്റ ഡിലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു, മറുഭാഗത്ത് ഷേർ സിംഗ് ഡ്രോണുകളെ ആക്രമിക്കുന്നു. പക്ഷേ പെട്ടെന്ന് ഏലിയന്റെ കമ്പ്യൂട്ടറിൽ നിന്ന് അപകട സൂചനയുടെ അലാം മുഴങ്ങുന്നു. ശ്രദ്ധിക്കുക, അവസാന ബട്ടൺ അമർത്തുന്നതോടെ കൺട്രോൾ റൂം ബ്ലാസ്റ്റ് ആകും. ശ്രദ്ധിക്കുക, അവസാന ബട്ടൺ അമർത്തുന്നതോടെ കൺട്രോൾ റൂം ബ്ലാസ്റ്റ് ആകും. മഹാരാജാവേ, അവസാന ബട്ടൺ അമർത്തിയാൽ 3 സെക്കൻഡിനുള്ളിൽ കൺട്രോൾ റൂം പൊട്ടിത്തെറിക്കും. ഞാൻ ബട്ടൺ അമർത്താൻ പോവുകയാണ്. താങ്കൾ പുറത്തേക്ക് പോകൂ. ഇല്ല ബല്ലു, രാജാവിന്റെ ധർമ്മം എന്തെന്നാൽ തന്റെ പ്രജയെ രക്ഷിക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് ബട്ടൺ നീയല്ല, ഞാനാണ് അമർത്തുന്നത്. പക്ഷേ ഇതുകൊണ്ട് നിങ്ങൾ മരിച്ചു പോകും മഹാരാജാവേ. ഒരു ഉപകാരവുമില്ലാത്ത ഈ ജീവൻ എന്തിനാണ്? പോകൂ ബല്ലു, ഞാൻ ബട്ടൺ അമർത്താം. ബെല്ലു കൺട്രോൾ റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. ഷേർ സിംഗ് ബട്ടൺ അമർത്തുകയും ചെയ്യുന്നു. 3 സെക്കൻഡിനുള്ളിൽ വലിയ പൊട്ടിത്തെറിയുണ്ടാകുന്നു. കുറച്ചു സമയത്തിന് ശേഷം ചീറ്റയും ബെല്ലുവും ചമേലിയും ഒത്തുകൂടുന്നു. ക്ഷമിച്ചാലും കൂട്ടുകാരെ, ഞാൻ നമ്മുടെ ഭൂമിയെ രക്ഷിച്ചു. പക്ഷേ നമ്മുടെ മഹാരാജാവിനെ രക്ഷിക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇത് കേട്ട് എല്ലാവരും ദുഃഖിക്കുന്നു. നമ്മൾ കാട്ടിലേക്ക് പോയി എല്ലാവരോടും എന്ത് പറയും?
എല്ലാവരും ദുഃഖത്തിലാവുന്നു. അപ്പോൾ പെട്ടെന്ന് മുറിവുകളുമായി ഷേർ സിംഗ് പുറത്തേക്ക് വരുന്നു. മഹാരാജാവേ, താങ്കൾ ജീവിച്ചിരിപ്പുണ്ടോ? നിങ്ങളെ പോലുള്ള കൂട്ടുകാരുണ്ടായാൽ ഞാൻ എങ്ങനെ മരിക്കും? ഷേർ സിംഗിനെ ജീവനോടെ കണ്ട് 3 പേരും സന്തോഷിക്കുന്നു. മഹാരാജാവേ, ഏലിയന്റെ ബാക്കപ്പ് സിസ്റ്റം റീസെറ്റ് ആയാൽ അവര് തിരിച്ചു വന്നാൽ അതിനു മുന്നേ നമുക്ക് ഇവിടെ നിന്നും പോകണം. പിന്നെ 4 പേരും റോക്കറ്റിലിരുന്ന് ഭൂമിയെ ലക്ഷ്യമാക്കി നീങ്ങുന്നു. അത് നോക്കൂ, നമ്മുടെ മഹാരാജാവ് തിരിച്ചു വന്നു. ഭൂമിയെ രക്ഷിച്ച 4 മഹാരഥന്മാർക്കും നമസ്കാരം. നിങ്ങളുടെ ധൈര്യം ലോകം എപ്പോഴും ഓർമ്മിക്കും. എല്ലാവരും അവരുടെ തിരിച്ചുവരവ് ആഘോഷിക്കുന്നു. പെട്ടെന്ന് പിന്നെയും നീല വെളിച്ചം വരുന്നു. ഇത് എന്താണ് സംഭവിക്കുന്നത്? ഏലിയൻ തിരിച്ചു വന്നെന്ന് തോന്നുന്നു. ഷേർ സിംഗ്, നിങ്ങൾ ഭൂമിയിലെ യോദ്ധാവാണ്. നിങ്ങളുടെ ധൈര്യത്തെ പ്രശംസിക്കുന്നു. നിങ്ങൾ വീണ്ടും ഭൂമിയെ നശിപ്പിക്കുവാൻ വേണ്ടി വന്നതാണോ? അല്ല, ഞാൻ ഭൂമിയിലേക്ക് സന്ദേശവുമായി വന്നതാണ്. പിന്നെ ഏലിയൻ ഒരു സന്ദേശം കൊടുക്കുന്നു. നിങ്ങൾ ഭൂമിയെ ഇതുപോലെ നിലനിർത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മരങ്ങൾ വെട്ടാതിരിക്കൂ. വെള്ളത്തിന്റെ ഉപയോഗം ശരിയായ രീതിയിലാക്കൂ. ജലമുണ്ടെങ്കിലേ ജീവിതമുള്ളൂ, വനമുണ്ടെങ്കിലേ ജീവനുള്ളൂ. ഏലിയന്റെ സന്ദേശത്തിന് ശേഷം മൃഗങ്ങളെല്ലാം മരങ്ങളെയും ജലത്തെയും സംരക്ഷിച്ചു. മരങ്ങളും ജലവും സംരക്ഷിക്കണം. ഈ കാര്യം മൃഗങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ മനുഷ്യർ ഇതെപ്പോൾ മനസ്സിലാക്കുമെന്നറിയില്ല. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.